ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവനെല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലല്ല പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 15 വാക്യത്തെ ആസ്പദമാക്കി ഒരു കാര്യം ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലൊരു വീട്ടിലെ കോഴിക്കൂടിന് പുറത്ത് കുറേ കോഴികൾ ധാന്യങ്ങൾ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോഴേക്കും കോഴിക്കൂടിന് തീ പിടിക്കുന്നത്, അത് പടർന്നു കൊണ്ടിരിക്കുന്നതും ധാന്യങ്ങൾ കൊത്തിക്കൊണ്ട് നിന്ന കോഴികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒരു കോഴി തീ പടർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കൂടിന് ഉള്ളിലേക്ക് പറന്നു കയറി. ബാക്കി കോഴികളെല്ലാം ഓടി രക്ഷപ്പെട്ടു. വീട്ടുകാർ ഓടി വന്നു കോഴിക്കൂടിൻ്റെ തീ അണയ്ക്കുവാൻ ശ്രമിച്ചു. തീയെല്ലാം കെട്ടടങ്ങിയപ്പോൾ അവർ കണ്ട കാഴ്ച അത്ഭുതാവഹമായിരുന്നു. അതായത് കോഴിക്കൂടിന് ഉള്ളിൽ കുറച്ച് ദിവസം മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിന് കേടുവരാതെ ഇരിപ്പാൻ തള്ളക്കോഴി തീ പടർന്നു പിടിക്കുന്ന കൂട്ടിലേക്ക് പറന്നു കയറി കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറക് വിരിച്ച് ഇരിക്കുകയായിരുന്നു. വീട്ടുകാർ നോക്കിയപ്പോൾ തള്ളക്കോഴി തീയിൽ ചിറകെല്ലാം കരിഞ്ഞ് ഇരിക്കുന്നതും കോഴിക്കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇക്കാലങ്ങളിൽ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ക്രൂരതകൾ കാണുമ്പോൾ പക്ഷിമൃഗാദികൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രതികൂലമായ തലമുറകൾ ആണെന്ന് തോന്നുമ്പോൾ അവരെ വകവരുത്തി മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടുവാനും സ്വന്തം ഇഷ്ടങ്ങളെ സാധിച്ചെടുക്കുവാനുമുള്ള വ്യഗ്രത മനുഷ്യ സമൂഹങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. ഇതാണ് ദൈവവചനത്തിൽ പറയുന്നത്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്തവനായ ദൈവം നമുക്കുണ്ട്. സ്വന്തം ജീവന് ആപത്ത് സംഭവിക്കും എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ചില മൃഗങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി കുഞ്ഞിനെ ബലിയർപ്പിക്കാറുണ്ട് എന്ന് തെളിയിച്ച ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് ട്യൂബിൽ ഒരു തള്ളക്കുരുങ്ങിനെയും അതിൻ്റെ കുഞ്ഞിനെയും ഇറക്കിവിട്ട ശേഷം അതിലേക്ക് ട്യൂബ് വഴി വെള്ളം കയറ്റി വിട്ടു. കുട്ടിക്കുരങ്ങനെ നിലയില്ലാതെ വന്നപ്പോൾ തള്ളക്കുരങ്ങ് അതിനെ എടുത്ത് തൻ്റെ തോളിൽ വെച്ചു. വെള്ളം വീണ്ടും നിറച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കുരങ്ങിൻ്റെ മൂക്കിന് മുകളിൽ വരെ വെള്ളം എത്തിച്ചു. അപ്പോഴേക്കും കുട്ടിക്കുരങ്ങ് സുരക്ഷിതമായിരുന്നു. എന്നാൽ തള്ളക്കുരങ്ങിന് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ അത് ചെയ്തത് തോളിൽ വെച്ചിരുന്ന കുട്ടിക്കുരങ്ങനെ താഴേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് തള്ളക്കുരങ്ങ് ശ്വാസമെടുത്ത് രക്ഷപ്പെട്ടു. എന്നാൽ ഈ തള്ളക്കോഴി സ്വന്തം ജീവനെ വെടിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. ഇതുപോലെയായിരുന്നു നമ്മുടെ ജീവനെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും സ്വന്തം ജീവനെ വെടിഞ്ഞ് നമ്മുടെ ജീവനെ വീണ്ടെടുത്ത് മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്ന നമ്മെ ദൈവപുത്രനായ യേശു മനുഷ്യവേഷം എടുത്ത് ഭൂമിയിൽ അവതരിച്ചു, നമ്മെ രക്ഷിച്ചെടുത്തു. ആ രക്ഷകനെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുവാനും ഓർത്ത് നന്ദി അർപ്പിക്കുവാനും ആയിരിക്കുവാനുള്ള ഉത്തരവാദിത്വം രക്ഷപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. മാത്രമല്ല ഇതുപോലെ നിത്യശിക്ഷാവിധിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരെ വിടുവിച്ചെടുക്കുവാനും ഉള്ള ഉത്തരവാദിത്വം രക്ഷകനായ യേശു നമ്മെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ആകയാൽ
ദൈവമായവൻ, രക്ഷകനായവൻ, വീണ്ടെടുപ്പുകാരനായവൻ ഏൽപ്പിച്ച രക്ഷാദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാനും നാം കടപ്പെട്ടവരാണ്. ആകയാൽ പകലുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തിയെ നാം ചെയ്യേണ്ടവരാണ്. ആർക്കും പ്രവർത്തിച്ചിടാത്ത രാത്രി വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തികച്ചെടുക്കുവാൻ സർവശക്തൻ ഏവർക്കും കൃപ ചെയ്യട്ടെ. സ്വന്തം ജീവനെ രക്ഷിപ്പാൻ സ്വന്തം കുഞ്ഞിനെ ബലി കൊടുത്ത കുരങ്ങനെ പോലെയാകാതെ സ്വന്തം ജീവനെ ബലി കൊടുത്ത കുഞ്ഞിനെ തള്ളക്കോഴിയെപ്പോലെ നമുക്കും ജീവൻ നൽകിയ രക്ഷകനെ ഓർക്കുവാനും നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ദൗത്യം പിന്മാറാതെ മുന്നേറുവാൻ തക്കണം ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യട്ടെ. യെശയ്യാവ് 49:15 പറയുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഈ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പൂർണ്ണാശ്രയം വയ്ക്കാം, അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.